ഹായ് ചങ്കുകളെ, എല്ലാവർക്കും മഫിൻ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു തോരന്റെ റെസിപ്പിയാണ്. ഇതുപോലെ ഒരു അടിപൊളി തോരൻ ഉണ്ടാക്കി കൊടുത്താൽ ചോറെല്ലാം കഴിച്ചു പോകും. വേറൊരു കറിയുടെ ഒരു ആവശ്യമില്ല. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മുട്ടയും ബീറ്റ്റൂട്ടും വെച്ചുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫോണിൽ കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പൊ നമുക്ക് ആ മുട്ടയും ബീറ്റ്റൂട്ടും വെച്ചൊരു അടിപൊളി തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. നമ്മൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി അത്യാവശ്യം വലിപ്പമുള്ള 2 ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തോണ്ട് വരാം. ഇപ്പൊ ഇവിടെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് നമ്മളിപ്പം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാമേ. ഇനി ഇത് ഒരു തവണ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാമേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അരമുറി തേങ്ങ ചിരകിയതും ഒരു 4-5 ചെറിയുള്ളി തൊലി കളഞ്ഞതും, ഇനി വേണ്ടത് ഒരു 3 പച്ചമുളകാണ്. നിങ്ങളുടെ എരിക്കനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി വേണ്ടത് നെല്ലിക്ക വലിപ്പത്തിനുള്ള കുറച്ച് വാളംപുളിയാണ്. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട്, പുളി ഇഷ്ടമല്ലാത്തവർക്ക് ഒഴിവാക്കാം. പുളിയും കൂടെ ചേർക്കുമ്പോഴായിരിക്കും അതിനകത്ത് കൂടെ ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുക്കുന്ന സമയത്തുണ്ടല്ലോ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഇത് മാത്രമായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അടിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അത് മറന്നു പോകരുത്. ഇപ്പൊ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയേ ഒരു കടായി എടുത്ത് അടുപ്പിലോട്ട് വയ്ക്കണം. കടായി ഒന്ന് അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണം. നമ്മൾ ബീറ്റ്റൂട്ട് തോരൻ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കണം, എന്നാലേ അതിന്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു 3-4 വറ്റൽമുളക് നെടുവേ കീറിയതും കൂടെ ഇട്ട് കൊടുത്തിട്ട്, പിന്നെ വേണ്ടത് ഒരു തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് അതിനെ ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ വറ്റൽമുളകിന്റെ കളറൊക്കെ ഒന്ന് മാറി കരിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന അരപ്പ് മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ബീറ്റ്റൂട്ട് ഇട്ട് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ബീറ്റ്റൂട്ടിന്റെ വെള്ളമൊക്കെ ഒന്ന് മാറി നല്ല ഡ്രൈ ആയി കിട്ടണം. അതുവരെ നല്ലപോലെ കൈ എടുക്കാതെ ഇളക്കിയെടുക്കണം. ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയറും കൂടെ ചെയ്തു കൊടുക്കണേ. അപ്പൊ നമ്മുടെ ഈ ബീറ്റ്റൂട്ട് തോരൻ വെള്ളമൊക്കെ ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ഇതിന്റെ മർമ്മപ്രധാനമായ ഒരു ഐറ്റമാണ്. അതിനുവേണ്ടി ഇതിന്റെ നടുഭാഗത്തായി കുറച്ചങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഇനി അതിന്റെ സെന്റർ ഭാഗത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താണ് ഇത് സംഭവം എന്നല്ലേ? സംഭവം വേറെ ഒന്നുമല്ല, 2 മുട്ട ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള ബീറ്റ്റൂട്ടിന് 2 കോഴിമുട്ട ധാരാളം. ഇനി ഈ കോഴിമുട്ട രണ്ടും അതിന്റെ സെന്ററിലേക്ക് ഉടച്ചങ്ങോട്ട് വീത്തി കൊടുക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒരു അല്പം ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത്, ഇനി മുട്ട മാത്രം ആദ്യം ഇങ്ങനെ ഒന്ന് ചിക്കി എടുക്കുക. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇത് നല്ലപോലെ ഡ്രൈ ആയി കിട്ടാൻ വേണ്ടി ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ. ഇപ്പൊ ഇവിടെ നല്ലപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി കുറവുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത്, ഒരു ഫ്ലേവറിന് വേണ്ടി 1 തണ്ട് കരിവേപ്പിലയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട്,
ഇനി ഇത് മുഴുവനായിട്ട് നല്ല പോലെ ഒന്ന് ചിക്കി എടുക്കാം. ഇപ്പൊ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇതാ നോക്കിയേ, നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. കാണാൻ എന്ത് മനോഹരം നോക്കി. കാണാൻ മാത്രമല്ല, കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ്. സംഭവം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ബീറ്റ്റൂട്ട് വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ വീഡിയോ ഉണ്ടല്ലോ, എങ്ങനെയുണ്ട് നമ്മളെ ഈ വെറൈറ്റി തോരൻ? മുട്ടയും ബീറ്റ്റൂട്ടും വെച്ചൊരു തോരൻ, അടിപൊളി ടേസ്റ്റ് ആണ്. ഈ ബീറ്റ്റൂട്ട് ഒന്നും കഴിക്കാത്തവരുണ്ടല്ലോ, ഇതേപോലെ മുട്ടയും ബീറ്റ്റൂട്ടും കൂടെ വെച്ചൊരു വെറൈറ്റി തോരൻ ഉണ്ടാക്കി കൊടുത്താലേ എല്ലാവരും കഴിച്ചു പോകും. കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടുപോകാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. വളരെ സിമ്പിൾ ആണ്, 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഇതെല്ലാവരും ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിന്റെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ ഒന്ന് കമന്റും ചെയ്ത് ലൈക്കും ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഇതിലും നല്ല കിടിലം കിടക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ സ്വന്തം ഫിൻ. ബൈ ബൈ.